നമ്മൾ ചെല്ലുമ്പോൾ ആൾക്കാരെ വേറെ നമ്മളെന്ത് ശത്രുവിനെ പോലെയാണ് കാണുന്നത്. ഒരു പൈസ മര്യാദയ്ക്ക് അടച്ചാൽ വലിയ പാടുമില്ല. നമുക്ക് ഇരട്ടി പണിയായത്. ഒരിക്കൽ ഒന്ന് ഫീസ് ഊരുക, പിന്നെ ഒന്ന് ഫീസ് കെട്ടുക. സമയാസമയത്ത് പൈസ അടച്ചാൽ കുഴപ്പമുണ്ടോ? കുട്ടപ്പൻ്റെ വീട് ആളുണ്ടോ? കുട്ടപ്പ ഓ ആര് പുറത്തേക്ക് വന്നേ. എന്ത് ഞാൻ രാവിലെ പറഞ്ഞല്ലേ കുട്ടപ്പ, വെറുതെ നമ്മളിട്ട് മെനക്കെടുത്തിക്കുന്നത്. രാവിലെ എന്തെന്ന് പറഞ്ഞു? പൈസ കൊണ്ട് കൃത്യമായിട്ട് അടയ്ക്കാൻ പറഞ്ഞില്ലേ? പൈസ അടച്ചല്ലോ. എപ്പോഴേ അടച്ചു? പിന്നെ അവിടെ വിളിച്ച് പറഞ്ഞാടെ വിളിച്ചെന്ന് പറഞ്ഞില്ല. രാവിലെ ലിസ്റ്റ് നിങ്ങളുടെ ഓഫീസിൽ വിളിച്ച് പറയാതെ അവരെ ഉത്തരവാദിത്വം കുറവ്. എപ്പോ അടച്ച പൈസ? ഞാൻ പൈസ അടച്ച് നോക്ക്. അവരെ വിളിച്ച് പോയില്ലെങ്കിൽ റെസിപ്റ്റ് ഇവിടെ. റെസിപ്റ്റ് ഇവിടെ ഞാൻ അടുത്ത് വെച്ച് പിള്ളേരുടെ അടുത്ത് കളിച്ചെന്ന് തോന്നുന്നു. പിള്ളേർ കളിക്കാനല്ലോ, നമ്മളൊരു കാര്യം ചെയ്യാൻ തെളിവ് വേണ്ടേ? പൈസ ഞാൻ അടച്ചല്ലോ. നിങ്ങൾ പൈസ അടച്ചെങ്കിൽ നമ്മളെ വിളിച്ച് പറയുമല്ലോ അവര്. ലിസ്റ്റ് രാവിലെ വന്ന് വിട്ടേക്കല്ലേ? നിങ്ങൾക്ക് അങ്ങോട്ട് വിളിച്ച് ചോദിക്കാമല്ലോ. ഇത് അടച്ച 5 പേര്. അത് ഞങ്ങൾ അവിടെ അടച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ സമയത്ത് തന്നെ ഞങ്ങളെ വിളിച്ച് പറയും. ഞങ്ങൾ രാവിലെ ഇറങ്ങുന്ന ഇതുപോലെ. ഞാൻ പൈസ അടച്ചിട്ടുണ്ട്. ഞാൻ പൈസ അടച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി ഫീസ് വരാൻ പോകും. അനാ ചേട്ടാ ഇതില് ഫീസ് ഇല്ലല്ലോ. ഇവിടെ ഫീസ് എന്ത് ചെയ്ത്? ഫീസ് ഇല്ല. ഫീസ് ആരെങ്കിലും എടുത്തോണ്ട് പോയിക്കണം. ഞാൻ ഫീസ് പരിചയം മുതലെടുക്കല്ലേ? ഞാൻ പരിചയം മുതലെടുക്കല്ലേ? വെറുതെ ആവശ്യമില്ലാത്ത പണി കാണിക്കരുത്. ഫീസ് കൂടിയിട്ട് പോയി. ഇവിടെ ഫീസ് എന്ത് ചെയ്ത്? ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞില്ല. എനിക്ക് കറണ്ട് തുറന്നതേ പേടിയാണ്. പിന്നെ ഞാൻ നിങ്ങളെ വീട്ടിലിരിക്കുന്ന ഇതിനകത്തുള്ള ഫീസ് എടുക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അപ്പോ ഞാൻ കണ്ടൊന്നുമില്ല. കളിക്കരുത് ചേട്ടാ. കുട്ടപ്പ ഇത് പ്രശ്നമാവും. സർക്കാർ കാര്യമാണ്. ഇപ്പോൾ സംസാരിക്കല്ലേ അടുത്ത് രാവിലെ സംസാരിക്കാൻ എന്തിനാണ് പറഞ്ഞത്? ഞാൻ പൈസ കൊണ്ട് അടച്ചിട്ടാണ് വന്നത്. ഇതാകെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഓഫീസിൽ വിളിച്ച് പറയും. ഫീസ് ഊരാൻ വന്നത് സാറന്മാർ വന്നാ ഫീസ് ഊരാൻ. എന്നിട്ട് ഊരിയില്ലേ? ഫീസ് കണ്ടില്ല. ഞാൻ ഫീസ് കൊടുക്കുന്നു. അയ്യോ ഫീസ് ആരെടുത്ത് കാക്ക കൊണ്ടുപോയാ? നീ ഇവിടെ ചേർന്നാണ് ഈ പരിപാടി. നീ കുട്ടപ്പന്റെ വീട്ടിലെ ഫ്യൂസ് ഊരണോ? നീ എന്തോ ഭയങ്കര സംഭവം പറഞ്ഞല്ലേ ഊരുടെ. ഓ അപ്പൊ നീ വാശി കാണിച്ചത് ഇതിനു വേണ്ടിട്ടായിരുന്നോ? ഇത് ഞങ്ങൾ ചെയ്യേണ്ട ജോലിയാണ്. അതെയാ? ആ, ഞങ്ങൾ ചെയ്യേണ്ട ജോലി ഞങ്ങൾ ചെയ്തോളാം. നിങ്ങൾ ചെയ്യരുത്. ആ, ഈ ഫ്യൂസ് സംരക്ഷിക്കണം. അത് നിങ്ങളുടെ ജോലിയാണ്. ഇത് കള്ളം കൊണ്ടുപോയതാണ്. ഇതിപ്പോ ഇത് എന്ത് ചെയ്യും നിങ്ങൾ? ഇത് ഏത് കളയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. അകത്ത് പോകും. പിന്നെ ബന്ധം പറഞ്ഞ് വരരുത്. ഇത് പൈസ അടച്ച കേസാണ്. നീ അങ്ങോട്ട് കണക്ട് ചെയ്യും. എനിക്ക് റെസിപ്റ്റ് എവിടെ? റെസിപ്റ്റ് എന്ത് ചെയ്ത് വിട്ടപ്പാ? റെസിപ്റ്റ് ഞാൻ വിളിച്ചപ്പില്ല തന്നില്ലേ? നീ എന്താ തന്ന? പിന്നെ അതെപ്പോഴും നമ്മളവിടെ ചായ കുടിച്ചിരുന്ന സമയത്ത് ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ആ ചായ മധുരം കുറവെന്ന് പറഞ്ഞ സമയത്ത് നീ റെസിപ്റ്റ് എന്റെ തന്നില്ലേ? പക്ഷെ ഞാൻ എന്നിട്ട് ചായ കുടിച്ചിട്ട് പൈസ കൊടുക്കാൻ നേരത്തെ റെസിപ്റ്റ് ഞാൻ അൻസാറിന്റെ തന്നു. ഞാൻ എന്റെ പോക്കറ്റിൽ പൈസ കാണാത്തോണ്ട് ഞാൻ ഇങ്ങനെ എടുത്ത റെസിപ്റ്റ് ആണ്. അത് ഞാൻ നിന്റെ തന്നു. നിന്റെ തന്നടേ. ഞാൻ നിന്റെ തന്നടേ. നീ ഇത് ഇവിടെ അതല്ലേ ഞാൻ ബാബുക്കുട്ടൻ്റെ കൊടുത്തേ. നിന്റെ തന്നെ ബാബുക്കുട്ടാ? അത് ഞാൻ കുട്ടപ്പനെ കൈ കൊടുത്തു. എന്നിട്ട് റെസിപ്റ്റ് എവിടെ വിട്ടപ്പാ? റെസിപ്റ്റ് നിങ്ങൾ ചുമ്മാ പിള്ളേരെ കളിക്കല്ലേ? റെസിപ്റ്റ് ആരായിരിക്കുന്നത്? റെസിപ്റ്റ് കണ്ടുപിടിക്കട്ടെ. സമയം എന്താ നീ ഇങ്ങനെ ബഹളം വെച്ച? പക്ഷെ അതല്ല ഒരു ബില്ലിന്റെ പ്രശ്നം. ഈ കറണ്ടിന്റെ പൈസ അടച്ചതിന്റെ റെസിപ്റ്റ് എന്റെ കയ്യിലിരുന്നു. ഞാൻ അത് നമ്മൾ ചായ കുടിച്ചിട്ടിരുന്ന സമയത്ത് ക്ലീറ്റപ്പന്റെ കയ്യിൽ കൊടുത്തു. അപ്പൊ ക്ലീറ്റപ്പ് ഞാന് സംഗതി ഞങ്ങൾ ഇതിനിടയ്ക്ക് 1-2 വർത്താനൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ? ഈ റെസിപ്റ്റ് പൈസ എന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്ത റെസിപ്റ്റ് ആണ്. എന്റെ പൈസ ഇല്ലായിരുന്നു. ഞാൻ ഇവന്റെ കൊടുത്ത് ഞാൻ സാറിന്റെ കയ്യിൽ. നീ എന്ത് ചെയ്യുന്നു? എന്റെ കിട്ടി. ഞാൻ ഇവന്റെ കൈ കൊടുത്തു. അത് ഞാൻ അവിടെ കൊടുത്തു, നേരത്തെ കൊടുത്തു. എന്നിട്ട് റെസിപ്റ്റ് എവിടെ കുട്ടാ? കയ്യിലിരുന്നു. കോമാളിത്തരം കളിക്കരുത്. വെറുതെ വട്ടെടുപ്പിക്കാൻ നോക്കരുത്. എടേ, ഒരു കാണാതെ പോയി റെസിപ്റ്റ് കണ്ടെത്തണ്ടേ? അതിപ്പോ അതിന് കൈകാലം ഉണ്ടെങ്കിൽ വിളിച്ച് പേര് വിളിച്ച് അറിയാമെങ്കിൽ അത് ഇനി വന്നേനെ. ഞങ്ങളൊന്ന് നോക്കട്ടെ, ആലോചിക്കട്ടെ. റെസിപ്റ്റ് ഇല്ല. പൈസ അടച്ച തെളിവ് വേണം. നിങ്ങളുടെ ഓഫീസിൽ അന്വേഷിക്ക്. നിങ്ങൾ പൈസ അടച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് തന്നെ ഓഫീസിൽ വിളിച്ച് പറയും. നിങ്ങളുടെ ഓഫീസിൽ ഉത്തരവാദിത്വ കുറവ്. സുഹൃത്തെ, ഈ ഊരാൻ വരുന്ന ഉത്തരവാദിത്വം നിങ്ങൾ ഇത് കണക്ട് ചെയ്യാൻ കൂടെ കാണിക്കണം. നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഞങ്ങൾ എല്ലാ വീടുകളും പോയിട്ട് ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഈ അവസാനത്തെ ഒരു വീട് ഇത് മാത്രമാണ്. നിങ്ങൾ വെല്ലുവിളിച്ചിരുന്നു. രാവിലെ കുട്ടപ്പം പോയപ്പോഴേ പറഞ്ഞാണ് പോയത് ഇത് ഊരണം എനിക്കൊന്ന് കാണണം. നീ റെസിപ്റ്റ് കണ്ടില്ലെങ്കിൽ നീ ഊരണെങ്കിൽ ഊരടെ ഫീസ് വേണ്ട ഇവിടെ. അതിനെ പറഞ്ഞു നീ ഊരിക്കോ. ഇതിനെന്താ ഇവിടെ ഞങ്ങൾക്കറിയാം. ഞാൻ സർവീസ് ഇറങ്ങി കട്ടിയടാ. അയ്യോ പേടിപ്പിക്കില്ല. ഇത് ആകെ പ്രശ്നമാവുന്ന കേസാണ്. ഞാൻ ഒരു കാര്യം പറഞ്ഞു. നീ ആവശ്യത്തിന് ഇടപെടരുത്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയും. പോലീസ് വരും. ഞങ്ങൾക്കും പറയാനുണ്ട് പോലീസിനോട്. ഞങ്ങളും വിളിച്ചു പറയും പൈസ അടച്ചെടുത്ത് ഇവര് ഫ്യൂസ് ഊരിക്കൊണ്ട് പോയി. പൈസ അടച്ച റെസിപ്റ്റ് കാണിക്കണമായിരുന്നു. നിങ്ങളെ റെസിപ്റ്റ് ഇല്ല, ഇവിടെ ഫ്യൂസ് ഇല്ല. പൊടിച്ചടാ, വലിച്ചടയ്ക്ക. പിന്നെ നീ പോലീസ് ഒന്നും പറഞ്ഞ് പേടിയാക്കണ്ട. ഇവിടെ ദിവസവും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങണവരാണ് ഞങ്ങളെല്ലാവരും. പിന്നെ പോലീസ്
ഇനി വേറെ എന്ത് കട്ട് ചെയ്യണം നിനക്ക്? ഇനി വേറെ വല്ലതും വേണോ കട്ട് ചെയ്യണോ? മുറിച്ചോ, നീ മുഴുവനും മുറിച്ചോടേ. മുറി കാണട്ടെ. അതവിടെ ഇരുന്നട്ടെ. പിന്നെ നീ അടുത്ത അടുത്ത എന്താണ് പരിപാടി? അവിടെ ഇരിക്കണം. പോസ്റ്റ് കയറി മറ്റേ പിടിച്ചേക്കാം. ആ അതെ അതിന്റെ മേലെ നിങ്ങളൊന്ന് കയറണം കാണുമല്ലോ. ഏതാണ്ട് ചെയ്യും. വൈദ്യുതി മന്ത്രി എടാ എന്നെ വെല്ലു വിളിച്ചിട്ട് ഉച്ചയ്ക്ക് എൻ്റെ അടുത്ത് വിളിച്ചളയുന്നു. നീ ഇതിന്റെ മേലെ കയറി ചേട്ടനായിരിക്കും കാണുമല്ലോ. ഉച്ചക്ക് എന്നെ വെല്ലു വിളിച്ചിട്ടാണോ എന്നെ അങ്ങ് തകർത്ത് കളയുന്നു. കാണണല്ലേ എന്താ ചെയ്യണം കേട്ടോ. എൻ്റെ പൊന്നെ അതാ മുറിക്കുന്നത്. ഈ മുറിക്കണതേ എന്നെയാണ് എൻ്റെ കഴുത്ത് വെട്ടാണ് ഇപ്പോൾ വയറ് മുറിക്കുന്നത്. വേറെ ജോലിയൊന്നും ഇല്ലാത്തവർക്ക് ഇങ്ങനെ കറങ്ങി നടക്കാമല്ലോ. മനുഷ്യൻ മെനക്കെടുത്തിക്കാൻ. അതാ അടുത്ത എൻ്റെ കയ്യ വെട്ടണം. അടുത്ത് 2 കഷ്ണമാക്കി. ഓ അത് പോട്ട് ഫീസ് കാണിക്കണ്ട. മാറ വെട്ടി പിരുത്ത് കളഞ്ഞു കേട്ടോ. ഓ സാറന്മാരെ, ഈ ബില്ല് ഞങ്ങൾ ഒന്നുകൂടെ ഒന്ന് നോക്കട്ടെ. ബില്ല് കുട്ടപ്പന്നി ഒന്നുകൂടെ നോക്കിയാണ് നിന്റെ പോക്കറ്റിൽ. അത് ഞാനല്ല ബില്ലടയ്ക്കാൻ പോയത്. ബില്ലടയ്ക്കാൻ പോയ അളിയനല്ലേ? ശരിയാണല്ലോ, ഞാൻ അടച്ചിട്ട് നിന്റെ തന്നല്ല സാറേ. നീ നോക്കിയാണ്. എൻ്റെ തന്ന സാധനമല്ലേ ഞാൻ ബാബുക്കുട്ടൻ്റെ കൊടുത്തത്. എന്റെ ബാബുക്കുട്ട നീ ഒന്ന് നോക്കടേ. ഒന്ന് ഞാൻ നോക്കട്ടെ ഉണ്ടോന്ന്. നോക്കാം അങ്ങോട്ട്. ഒരെണ്ണം തലക്കിട്ട് തന്നുണ്ടല്ലോ. ആ സാറന്മാർ എത്ര സമയം ചോദിച്ചാണ് റെസിപ്റ്റ് എവിടെയെന്ന്. സാറേ റെസിപ്റ്റ് കിട്ടി. പിന്നെ നിങ്ങളെ ഇൻഫോം ചെയ്യാത്തതേ ഞാൻ തന്നെ അവിടെ പറഞ്ഞത് അറിയിക്കണ്ട, ഞാൻ അളിയനെ വിളിച്ച് പറഞ്ഞോളാന്ന്. എന്തായാലും ഒരു കാര്യം ചെയ്യും, സാറന്മാർ രണ്ടും കൂടെ കയറി അതങ്ങോട്ട് കണക്ട് ചെയ്യും. എന്താ? മണി 4:52 ആയിട്ടുള്ളൂ. ഇനി 8 മിനിറ്റ് ഉണ്ട്. അത് കണക്ട് ചെയ്തിട്ട് പോയാൽ മതി. ചേട്ടാ നിങ്ങൾ പണിയാൻ വേണ്ടി നിങ്ങൾ ആളെയും മനഃപൂർവ്വം ചെയ്തതാണ്. അവ എന്നും എനിക്ക് പണിയാൻ ഇനി കണക്ട് ചെയ്തിട്ട് പോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനൊന്ന് മൊബൈലിൽ എടുക്കട്ടെ. കുറച്ച് ആൾക്കാരെ കാണിക്കാറുണ്ട്. വാട്സാപ്പ് കിട്ടുന്നത്. ഞങ്ങളൊരു സെൽഫി എടുക്കണം. സെൽഫി നിങ്ങളല്ല.